ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മിഠായി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ടപ്പാണ് കേട്ടാ. മുട്ട സുർക്കാന്നൊക്കെ പറയും. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മള് മുട്ടമാല ഉണ്ടാക്കിയതിന്റെ ബാക്കിയുള്ള ഈ പഞ്ചസാര പാനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഈ മുട്ടയുടെ വെള്ളം കൊണ്ടാണ് ഇപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. രണ്ട് ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ചുപ്പ്, ചെറുതായിട്ട് തരി ഉപ്പയില് മധുരം ബാലൻസ് ചെയ്ത് വെക്കുകയാണ് ഇത്. പിന്നെ ഇതില് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കണം. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഏലക്കായ ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായി ഫൈനായി അടിക്കുക. മുട്ടമാല ഉണ്ടാക്കിയതിന്റെ ബാക്കി മുട്ടയുടെ വെള്ള, പഞ്ചസാരയുടെ ഇത്, പഞ്ചസാര പാനി, പിന്നെ ഏലക്കായ, 2 സ്പൂണ് പാൽപ്പൊടി ഇത്രയും ചേർത്ത് ഒരു തരി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായി അത് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നെയ്യ് തടവി കൊടുത്ത ഒരു പാത്രം വേണം. ഇതുപോലെ നമ്മൾ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് തടവി കൊടുത്ത പാത്രം വെക്കും. ഇതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ അപ്പം. ഒരു 30 മിനിറ്റ് നിങ്ങൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. 30 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട സുർക്കാട്ടാ. കണ്ടാ, ഇതേപോലെ നമുക്ക് അപ്പായിട്ട് കിട്ടും. കുറച്ചൊക്കെ ഇവിടെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞു. അപ്പൊ ഇനി ആങ്ങളുടെ കുട്ടി വന്നിട്ടുണ്ട്, അവനെ ടേസ്റ്റ് നോക്കട്ടെ. സ്പൂൺ അർഷക്ക് എന്നാണ് കേട്ട പേര് ആങ്ങളുടെ കുട്ടറെ. എങ്ങനെയുണ്ട്? വായിലിട്ട് അലിഞ്ഞു പോണില്ലേ? അടിപൊളി. അടിപൊളിയാണ് കേട്ടാ. നല്ല ഇതാണ്. ഇങ്ങോട്ട് നോക്ക്. നല്ല സൂപ്പർ അപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കേട്ടാ. അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതങ്ങനെ നമുക്ക് അപ്പം പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. പല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആകെ ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ കേട്ടോ. നമ്മള് മുട്ട മാല ഉണ്ടാക്കിയതിന്റെ ബാക്കിയുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിലത്തെ തന്നെ പഞ്ചസാരയുടെ ആ സിറപ്പും, പിന്നെ ഒരു ഏലക്കാപ്പൊടി, 2 സ്പൂണ് പാൽപ്പൊടി, ഒരു പിഞ്ചുപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ആ മുട്ടയുടെ വെള്ളി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.